നെക്സ്റ്റ് ടേബിൾ ടാഗ്. സോ ടേബിൾ ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടേബിൾസിൽ കുറേ ടാഗ്സ് ഉണ്ട്. ടേബിൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ടാഗ്സ് ഉണ്ട്. സോ അതിൽ വരുന്നതാണ് ടി ഹെഡ്, ടി ബോഡി, ടി ആർ, ടി ഡി, ടി എച്ച്. ടി ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡർ പാർട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇപ്പോൾ ടേബിൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിലൊരു ഹെഡർ ഉണ്ടാവും, ദെൻ ബോഡി ഉണ്ടാവും. സോ ഈ ഹെഡർ പാർട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ടാഗ് യൂസ് ചെയ്യുന്നത്, ടി ഹെഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ടി ബോഡി ഉണ്ട്, ടി ബോഡിയിലാണ് ബോഡി പാർട്ട് ചെയ്യുന്നത്. സോ അതർ ടാഗ്സ് ഉണ്ട്. ടി ആർ ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് ഇൻ ടു റോസ്. സോ റോസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടി ആർ യൂസ് ചെയ്യുന്നത്. ദെൻ ടി ഡി, ഈച്ച് റോ ഡിവൈഡ് ഇൻ ടു ഡാറ്റ സെൽസ്. സോ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി ഡി യൂസ് ചെയ്യും. ടി എച്ച്, ഹെഡിങ് ഇൻ എ ടേബിൾ. ടേബിളിൻ്റെ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടി എച്ച് യൂസ് ചെയ്യുന്നത്. സോ ഓരോ റോക്കും ഓരോ ഹെഡിങ് ഉണ്ടാവും. സോ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടി എച്ച് യൂസ് ചെയ്യുന്നത്. സോ നമുക്കൊരു സാമ്പിൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ ഐ ഫ്രെയിം ഞാനിവിടെ കമൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ടേബിൾ എന്നുള്ള ഇത് കൊടുക്കാം. ടേബിളിൻ്റെ ഉള്ളിൽ ടി ഹെഡ് വരും, ടി ഹെഡ്, ദെൻ ടി ബോഡിയും വരും. ഇനി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. ഇനി നെക്സ്റ്റ്, സോ ടി ഹെഡ് ഉണ്ട്, ടി ബോഡി ഉണ്ട്. സോ ടി ഹെഡിൽ നമ്മൾ ഹെഡർ പാർട്ട് ഡിഫൈൻ ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് സെല്ല് ഡിഫൈൻ ചെയ്യണം. അതിൻ്റെ അകത്ത് ടി എച്ച് ടേബിളിന് ഹെഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിൽ നെയിം, ദെൻ നെക്സ്റ്റ് ടി എച്ചിൽ ഇമെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ടി ബോഡിയിലാണ്. ടി ബോഡിയിൽ ഞാൻ ഫസ്റ്റ് റോ നമുക്ക് എന്ത് ചെയ്യാം, ടി ഡി കൊടുക്കണം. ഓരോ സെൽസ്, ഡാറ്റ സെൽസ് ഡിഫൈൻ ചെയ്യാൻ. ഷുഐബ്, ദെൻ ടി ഡി ഷുഐബ് അറ്റ് ബിഡ്ജിയോൺ .in. ദെൻ നെക്സ്റ്റ് ടി ആർ, അതായത് നെക്സ്റ്റ് റോ, അതിൽ ടി ഡി കൊടുക്കണം. സൈഫു എന്ന് കൊടുക്കാം. മെയിൽ അഡ്രസ് saifu@bidgeon.com. സൈഫ് നമ്മുടെ ക്യാമറമാനാട്ടോ. സൈഫ് ക്യാമറമാൻ മാത്രമല്ല, നമ്മൾ കാണുന്ന ഓരോ റീലിൻ്റെയും ബിഹൈൻഡ് ദ സീന് സൈഫാണ്. ഫുൾ ഹെഡ് സൈഫിന് എടുത്താൽ. സോ ഒക്കെ പോട്ടെ. സോ ഹെഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഹെഡറല്ല, നമ്മുടെ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. സ്ക്രീനാക്കാം. ഓക്കെ. സോ നെയിമുണ്ട്, ഇമെയിൽ ഉണ്ട്. സോ ഇതിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഇതിൽ ടേബിളിന് റോസ്, ബോർഡേഴ്സും കാര്യങ്ങളൊന്നുമില്ല. സോ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ടേബിളിന് ബോർഡ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ബോർഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് കൊളാപ്സ് എന്ന് കൊടുക്കാം. സോ കൊളാപ്സ് എന്ന് കൊടുത്തപ്പോൾ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ബോർഡർ മാറ്റാനും പല ആട്രിബ്യൂട്ട് ഇതിലുണ്ട്. സോ ഇതിൻ്റെ വിഡ്ത്ത് കൂട്ടാനും. സോ നമുക്ക് വേണമെങ്കിൽ HTML W3 സ്കൂളിൽ ടാബിൾ ഉണ്ട്. HTML ടാബിൾ എന്നടിച്ചാൽ തന്നെ നമുക്ക് W3 സ്കൂളിൻ്റെ ലിങ്കാണ് ഫസ്റ്റ് വരിക. സോ ഇതിലൂടെ ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ലൈക്ക് എങ്ങനെ ഓരോന്നും അലൈൻ ചെയ്യാനും പല കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു ഡോക്യുമെൻറ്റിൽ പോയിട്ട് ടാബിളിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കുക. ടേബിൾ ബോർഡേഴ്സ് ഉണ്ട്. സോ ടേബിൾ ബോർഡേഴ്സിൽ ഇപ്പോൾ നമ്മൾ ബോർഡർ കൊടുത്തില്ലേ, കൊളാപ്സ്. സോ അങ്ങനെ ബോർഡർ കൊടുക്കാൻ പറ്റും. ദെൻ ഇതൊക്കെ സ്റ്റൈൽസ് ആട്ടോ. CS നമ്മൾ വരുന്നുണ്ട്. ഇപ്പോൾ HTML മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. CS കൂടുതലായിട്ട് പോകണ്ട. സോ ബോർഡർ റേഡിയസ് കൊടുക്കാൻ പറ്റും. ബോർഡർ റേഡിയസൊക്കെ നമ്മൾ CS പാർട്ടിൽ പറയുന്നുണ്ട്. സോ പാഡിങ്, സ്പേസിങ്, ഇതൊക്കെ നമ്മൾ CS വരുന്നതാണ്. ബട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവാം എങ്ങനെയുണ്ട് എന്ന്. നമുക്കോരോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്ത് നോക്കാം. സോ ഇതാണ് ടേബിൾ. സോ നെക്സ്റ്റ് ടേബിൾ പറഞ്ഞു. ദെൻ ലിസ്റ്റ് ടാഗ്. സോ നമുക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓരോ പല ടൈപ്പ് ലിസ്റ്റ് ഉണ്ട്. നമ്പർ ലിസ്റ്റ് ഉണ്ട്, പിന്നെ ഡോട്ട് ഇട്ടുള്ള ലിസ്റ്റ് ഉണ്ടാവും, അതിന് ബുള്ളറ്റ് ലിസ്റ്റ് എന്ന് പറയാം. ദെൻ വേറൊരു ചിഹ്നം ആയിട്ടുള്ള ലിസ്റ്റൊക്കെ ഉണ്ടല്ലോ, വേറെ പല രീതിയിലുള്ള ലിസ്റ്റസ് ഉണ്ട്. സോ ഞാനുള്ള ലിസ്റ്റ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ലിസ്റ്റ് പ്രൊവൈഡ് മെത്തേഡ് ടു ഷോ ഐറ്റം ഓർ എലമെൻറ്റ് സീക്വൻസ് ഇൻ ഡോക്യുമെൻറ്റ് കണ്ടന്റ്. സീക്വൻസ് ആയിട്ട് ഐറ്റംസ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. ദർ ആർ 3 മെയിൻ ടൈപ്പ് ഓഫ് ലിസ്റ്റ് ടാഗ്. അൺഓർഡേർഡ് ലിസ്റ്റ് ഉണ്ട്, ഓർഡർ ലിസ്റ്റ് ഉണ്ട്, ഡെഫിനിഷൻ ലിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 3 ടൈപ്പ് ലിസ്റ്റാണുള്ളത്. സോ OLൻ്റെ അകത്ത് ഓരോ ലിസ്റ്റിനും LI എന്നുള്ള ടാഗ് യൂസ് ചെയ്യണം. സോ ഞാനിവിടെ ഓരോ ലിസ്റ്റ് കൊടുക്കാം. ഷുഐബ് LI, സൈഫുവിനെ കൊടുക്കാം. ദെൻ നമ്മുടെ അസ്ജിത് ക്യാമറമാൻ ഉണ്ട്, അസ്ജിത് കൊടുക്കാം.
ദെൻ മുസ്തഫ നമ്മളെ അക്കൗണ്ട്സിൻ്റെ ഹെഡാണ് കേട്ടോ മുസ്തഫ. നമ്മളൊരു അഡ്വൈസസിൻ്റെ കുറച്ച് പേര് കൊടുക്കാം. അശ്വിൻ, വിശ്വ. സോ ഞാൻ കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റീലോഡ് അടിച്ച് നോക്കാം. സോ 1 2 3 4 5 6 എന്നുള്ള ഒരു ഓർഡർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓർഡേഡ് ലിസ്റ്റ്. ഇനി അൺഓർഡേഡ് ലിസ്റ്റ് ആണെങ്കിൽ എന്താ, ഇവിടെ UL ആക്കി കൊടുക്കണം. UL. സോ UL യൂസ് ചെയ്താൽ നമുക്ക് അൺഓർഡേഡ് ബുള്ളറ്റ് ലിസ്റ്റ് കിട്ടും. ഇത് പല ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന് കുറേ ആട്രിബ്യൂട്ട് ഉണ്ട്. അതൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ W3 സ്കൂളിലൂടെ ഒന്ന് പോയൊക്കെയാൽ മതി. സോ അതിലൂടെ ഒക്കെ ഒന്ന് പോയൊക്കെയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. സോ ദാറ്റ് ഈസ് അബൌട്ട് അൺഓർഡേഡ് ലിസ്റ്റ്. ഇനി വേറെ ലിസ്റ്റിൽ ഡെഫിനിഷൻ ലിസ്റ്റാണ്. സോ യൂസ് ഇറ്റ് ടു ക്രിയേറ്റ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെഡിങ് ഉണ്ടാവും, അതിൻ്റെ താഴെ സബ്ബായിട്ട് വേറൊരു ഹെഡിങ്, അങ്ങനെ നമ്മൾ കൊടുക്കൂലേ വേറൊരു പാറ്റേണിൽ. സോ അതിനാണ് ഡെഫിനിഷൻ ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഡെഫിനിഷൻ ലിസ്റ്റിന് വേണ്ടിയിട്ട് DL ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ DL യൂസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്ത് DT യൂസ് ചെയ്യണം. DT എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ടൈറ്റിലാണ്. സോ ടൈറ്റിൽ നമുക്ക് എന്താ ഒരു ഷുഹൈബ് എന്ന് കൊടുക്കാം, എൻ്റെ പേരിനായിക്കോട്ടെ. ദെൻ DD എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടാണ് DD. സോ ബ്രിഡ്ജ് ജോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും DT എഴുതാം. ജസ്റ്റ് പ്ലേസ് എന്ന് കൊടുക്കുന്നുണ്ട്. DD മലപ്പുറം എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റീലോഡ് അടിക്കാം. സോ ഷുഹൈബ് വന്നു, അതിൻ്റെ സബ്ബായിട്ട് ബ്രിഡ്ജ് വന്നു, പ്ലേസ് വന്നു, അതിൻ്റെ സബ്ബായിട്ട് മലപ്പുറം വന്നു. സോ ഇതാണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ്. സോ ഇങ്ങനെ 3 ലിസ്റ്റാണുള്ളത്. ഓർഡർ ലിസ്റ്റ് ഉണ്ട്, അൺഓർഡേഡ് ലിസ്റ്റ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഉണ്ട്. ഇതൊന്ന് കൂടുതലായിട്ടൊന്ന് ചെയ്ത് നോക്കാം. പല രീതിയിൽ ചെയ്യാൻ പറ്റും, പല രീതിയിൽ നമുക്ക് ആട്രിബ്യൂട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ലിസ്റ്റ് ടാഗ്സ്.